ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു സൈലം. അപ്പോൾ നമ്മളിൽ പലരും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുപാട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചുകളുണ്ട്. അപ്പോൾ സൈലത്തിൻ്റെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ ബാച്ച് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് റെയിൽവേയുടെ ALP ബാച്ചിൽ നിങ്ങൾക്ക് ALPയുടെ ടാർഗറ്റ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വരുന്ന ഫീസ് എന്ന് പറയുന്നത് 3,999 ആയിരിക്കും. CBT 1 CBT 2 എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു അടിപൊളി ബാച്ചാണ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്നത് മെയ് 15 വരാനിരിക്കുന്ന RPFന്റെ ടാർഗറ്റ് ബാച്ച് ഉണ്ട്. അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ റെയിൽവേ പോലീസ് ആവണം, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ SIO കോൺസ്റ്റബിൾ ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഫീസ് വെറും 2,999 ആണ് വരുന്നത്. എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെയ് 15 ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള CGL ഓഫീസേഴ്സ് ബാച്ച് മെയ് 27 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫീസായിട്ട് വരുന്നത് 5,999 ആണ്. CBI, ഇൻകം ടാക്സ്, അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് SSC CGL വേണ്ടി പഠിക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ മെൻറ്റർ ചെയ്യാനും നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി പൂൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണെന്ന് പറയുന്നത് ഓഫീസേഴ്സ് ബാച്ച്, CGL ഓഫീസേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അതായത് ഇങ്ങനെയുള്ള ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് എക്സാമിന് ടൈം വളരെ കുറവായിരിക്കും. മാത്രമല്ല നമ്മൾ 100% ആക്യുറസിയിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. സ്പീഡ് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പല ക്വസ്റ്റ്യൻസും നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് വഴിയായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സായി മാറും. അതുകൊണ്ട് തന്നെ പല ട്രിക്സും ടിപ്സും നമ്മൾ എക്സാമിന് ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്തിട്ട് 100% ആക്യുറസിയിൽ നമ്മൾ ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ അല്ലേ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ ആ ട്രിക്സും ടിപ്സും ഒക്കെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതിനുള്ള ഒരു ഷോർട്ടായിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് x is equal to 1 minus cos theta plus sin theta divided by 1 plus sin theta, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. sin theta plus cos theta minus 1 divided by cos theta. അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുക, വാല്യൂ നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് വഴി ചെയ്യും. ആ മെത്തേഡ് വഴി ചെയ്യുമ്പോൾ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മൾ ഒന്നും കൂടെ പഠിച്ചിട്ടുള്ളവർ എന്ത് ചെയ്യും, തീറ്റയ്ക്ക് 0 അല്ലെങ്കിൽ 90 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കും. ആ വാല്യൂ എത്ര വരണമെന്നുള്ളത് നോക്കും. അങ്ങനെ എന്ത് കണ്ടുപിടിക്കും, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. പക്ഷേ ഇവിടെ തീറ്റയ്ക്ക് 0യും 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/0 എന്നുള്ള ഫോമിലും അതുപോലെ തന്നെ 0/0 എന്നുള്ള ഫോമിലൊക്കെ വരും. ഇതൊന്നും ഡിഫൈൻ ചെയ്തിട്ടുള്ളതല്ല, ഇതൊക്കെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 0യും 90യും എടുത്തിട്ട് നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ അതിന് പകരം നമ്മൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാതെ എന്താണ്, നമ്മളെന്താ അതിന് ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുകയാണ്. റൈറ്റ് ആംഗിൾ അറ്റ് ഹിയർ ആൻഡ് ദിസ് ഈസ് ആംഗിൾ തീറ്റ. അപ്പോൾ നമുക്കറിയാം പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ സൈഡായിട്ട് വരുന്ന 3, 4, 5 എന്നുള്ള എന്താണ് സൈഡായിട്ട് നമ്മൾ എടുത്തു. 3, 4, 5 ആയിരിക്കും ഈ സൈഡുകളുടെ മെഷർമെന്റ് അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ എന്താ വരിക, സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ദാറ്റ് ഈസ് എക്സാക്ട്ലി 3/5 ആയിരിക്കും. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 4/5 വരും ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക, 1/5 വരും. പ്ലസ് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ് 4/5 വരും. 4/5 ന്യൂമറേറ്ററിലെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ തീറ്റ എന്താ 1 പ്ലസ് 3/5, ദാറ്റ് മീൻസ് വാട്ട് 8/5 വരും. 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു. 4 ക്യാൻസൽ ഹിയർ 1 ടൈംസ് ആൻഡ് 2 ഹിയർ. സോ വാട്ട് ഈസ് എക്സ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും അല്ലേ. എക്സ് എന്ന് പറയുന്നത് 1/2 കിട്ടിയില്ലേ. ഇവിടെ എന്താ വരിക, ഇവിടെ എന്ന് പറയുന്നത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ എന്താ, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ് 3/5 പ്ലസ് 4/5, ദാറ്റ് ഈസ് 7/5. മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ് 2/5 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്താ, കോസ് തീറ്റ പറയുന്നത് 4/5 ആയിരിക്കും. 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു. 2 ഹിയർ 1 ടൈംസ് ആൻഡ് 2 ഹിയർ 2 ടൈംസ് ആൻഡ് ദാറ്റ് ഈസ് 1/2. ഇതെന്താ, ഇതും എക്സ് തന്നെയല്ലേ, ഇതും സെയിം വാല്യൂ അല്ലേ. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് എക്സ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതായിരിക്കും ഇതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം.
ഇവിടെ എന്താ വരുന്നത്? ഇത് ഒരുപാട് എക്സാമ്പിൾക്ക് CGL 2019 20ക്കും ചോദിച്ചിട്ടുള്ള കേട്ടോ. അതിന് മുന്നുള്ള ചോദ്യം എന്താ? അത് CGL 2020ക്കും CHSL-നും CDS അതായത് കമ്പൈൻഡ് ഡിഫൈൻഡ് സർവീസിന് വരെ ചോദിച്ചിട്ടുള്ള വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇനി വരും എക്സാമുകളിലേക്കും നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം എന്താ? tan theta divided by 1 minus cot theta plus cot theta divided by 1 minus tan theta is equal to 1 plus k. Then what is k? That's our question. ഇവിടെ നമ്മൾ ചെയ്യാൻ എന്താ? tan theta കണ്ടു കഴിഞ്ഞാൽ tan theta cot theta കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് എന്താണ്? theta is equal to 45 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? കാരണം എന്താണ്? ഇവിടെ tan theta എന്ന് പറയുന്നത് അതായത് tan 45 എന്ന് പറയുന്നതും tan 45 എന്ന് പറയുന്നത് എന്താണ്? tan 45 എന്ന് പറയുന്നത് 1 അല്ലേ? tan 45ഉം 1 ആണ്. അതുപോലെ തന്നെ cot 45 എന്താണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷെ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ 1 മൈനസ് കോട്ട് തീറ്റ വന്നു. ഇവിടെ തീറ്റയ്ക്ക് 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മൈനസ് 1 വരും. ഇതെന്താണ്? 0. അപ്പോൾ ഡിനോമിനേറ്റർ 0 എന്നുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. ഇവിടെ എന്താണ്? 1 മൈനസ് 1 വരും, 0 വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? തീറ്റയ്ക്ക് 45 എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കണേ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എടുക്കേണ്ടത് അതായത് ഡിനോമിനേറ്ററിൽ എന്ത് വരണം? 1 മൈനസ് ടാൻ തീറ്റ ഫോം. അതായത് ക്വസ്റ്റ്യനിൽ 1 മൈനസ് ടാൻ തീറ്റ അല്ലെങ്കിൽ എന്താണ് ഡിനോമിനേറ്ററിൽ 1/1 മൈനസ് കോട്ട് തീറ്റ ഈ ഒരു ഫോം, അതായത് ഈ ഒരു ഫോം ഡിനോമിനേറ്ററിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതാണ് എന്ത്? തീറ്റയ്ക്ക് എന്ത് കൊടുക്കണം? 135 കൊടുക്കണം. കാരണം ടാൻ 135 എന്ന് പറയുന്നത് -1 ആണ്, കോട്ട് 135 എന്ന് പറയുന്നതും -1 ആണ്. ഈ 135 വാല്യൂ തീറ്റയ്ക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ വെക്കണം. ഓക്കെ അല്ലേ? കാരണം ഈ സൈൻ 135 ഒക്കെ ഇനി വന്നാൽ സൈൻ ഓഫ് 90 + 45 ആണ് കേട്ടോ. 90 + തീറ്റ എന്ന് പറയുമ്പോൾ എന്താ? സൈൻ ഓഫ് 90 + തീറ്റ എന്താ? കോസ് തീറ്റയാണ്, അതായത് കോസ് 45 ആണ്. ദാറ്റ് ഈസ് 1/√2 ആണ്. ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഈ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ സെയിം സംഭവം അപ്ലൈ ചെയ്യുക. പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 135 ഡിഗ്രി. 135 ഡിഗ്രി നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്ന് എന്ത് വരും? 135 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വരും? പറഞ്ഞേ. tan 135 അതായത് -1 ഡിവൈഡഡ് ബൈ 1 മൈനസ് -1 ദാറ്റ് ഈസ് 2 പ്ലസ് -1/2 തന്നെ ഇവിടെയും വരും. ഇസ് ഈക്വൽ ടു വാട്ട്? 1 + k അല്ലേ? അപ്പോൾ -1/2 പ്ലസ് -1/2 എന്താ വരിക? -1 വരും. അതായത് k is equal to what? k is equal to -2. k എന്ന് പറയുന്നത് എന്ത് കിട്ടി? -2 കിട്ടി. ആ -2 സാറ്റിസ്ഫൈ ചെയ്യണ ഏത് ഓപ്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? തീറ്റ is equal to 135 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഓപ്ഷനിൽ ഏതിനാണ് എന്ത് -2 വാല്യൂ വരുന്നത്? നമുക്ക് നോക്കാം. കോട്ട് 135 പ്ലസ് സീക്ക് 135. കോട്ട് എന്താ? കോട്ടും സീക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ -2 ആണ് വരുന്നത്. അല്ല, അപ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല. ടാൻ തീറ്റ പ്ലസ് കോസീക് തീറ്റ എന്താ? ടാനും കോസീക്കും കൂടെ ആഡ് ചെയ്ത് എന്താ വരിക? -2 ആണ് വരിക. അല്ല, അതും എടുക്കാൻ പറ്റില്ല. ടാൻ തീറ്റ പ്ലസ് സീക്ക് തീറ്റ പറ്റുമോ? പറ്റില്ല. ഇവിടെ എന്താ? കോസീക് തീറ്റ എന്താ? കോസീക് 135. കോസീക് 135 എന്ന് പറയുമ്പോൾ എന്താണ്? √2 ഇൻറ്റു സീക്ക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സീക്ക് തീറ്റ നോക്കിയാൽ സീക്ക് തീറ്റ എവിടെ വരുന്നത്? സീക്ക് തീറ്റ അതായത് സീക്ക് 135 എന്ന് പറയുന്നത് -√2. ദാറ്റ് മീൻസ് വാട്ട്? -2. അപ്പോൾ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? k എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കണം. ഈ ഒരു ക്വസ്റ്റിനെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്കാണ് നമ്മൾ പോവുക. അതുകൊണ്ട് തന്നെ എക്സാമിന് എന്ത് ചെയ്യണം? എക്സാമിന് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്ന ഒരു മെത്തേഡായിരിക്കണം നിങ്ങൾ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ചെയ്യേണ്ടതായിട്ട് വരിക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അത്രയും കൂടുതൽ ആക്യുറസിയോട് കൂടിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. സോ നമ്മൾ ഇനിയും കൂടുതൽ മെത്തേഡും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരുപാട് മെത്തേഡുകളായിട്ട് നമ്മൾ ഇനി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.